ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ക്യാൻസറിന് വേണ്ടിയിട്ട് മന്ത്ലി ഏപ്രിൽ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വീഡിയോസ് റെസനേറ്റ് ആവുക. അപ്പോൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്കത് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അത് നിങ്ങളുടെ എനർജി ആൻഡ് നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ്. അപ്പോൾ അത് കൂടുതൽ റെസനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് അതല്ലാണ്ട് നിങ്ങൾക്ക് എന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാം. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കുറേ ആക്റ്റീവാണ്, അവിടെ എന്നെ ഫോളോ ചെയ്യാം. അവിടെ വേറെ തരത്തിലാണ് ഞാൻ വീഡിയോസ് ഇടാറ്, അപ്പോൾ അത് ഇവിടെ ഷെയർ ചെയ്യാറില്ല. അവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ മെസ്സേജസ് കിട്ടും നിങ്ങളുടെ സൈനിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെയും എന്നെ ഫോളോ ചെയ്യാം. എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഹാൻഡിൽ ഞാൻ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമുണ്ട്. ഞാൻ എൻ്റെ ഒരു ചാനലിൻ്റെ മെമ്പർ ആവാൻ വേണ്ടിയിട്ട് ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടുണ്ട്. എൻ്റെ ചാനലിലെ മെമ്പർ ആവുമ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യൽ പ്രിവിലേജസ് കിട്ടും. വേഗം വീഡിയോസ് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇത്ര വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. അപ്ലോഡ് ചെയ്യണ ഉടനെ നിങ്ങൾക്ക് അതിൻ്റെ ആക്സസ് കിട്ടും. നോൺ മെമ്പേഴ്സിന് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മെമ്പേഴ്സിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് പീരീഡ് ഇല്ല. അതല്ലാണ്ട് ബോണസ് റീഡിങ്സൊക്കെ മെമ്പേഴ്സിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ക്യാൻസർ ആൻഡ് എന്താണ് മന്ത്ലി ഏപ്രിൽ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ക്യാൻസർ നിങ്ങളുടെ ഓവറോൾ എനർജി ഏപ്രിൽ മാസത്തിൻ്റെ എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി ഏപ്രിൽ മാസത്തിൻ്റെ ക്യാൻസറിന് വേണ്ടിയിട്ട് ഓവറോൾ എനർജിയാണ് 4 ഓഫ് സ്വേർഡ്സ്. നിങ്ങളുടെ പാസ്റ്റിൽ ഉള്ള എനർജി ലവേഴ്സാണ്. നിങ്ങളുടെ ഏപ്രിൽ മാസത്തിൻ്റെ എനർജി 8 ഓഫ് സ്വേർഡ്സ് ആണ്. നിങ്ങളുടെ ഫ്യൂച്ചറിൽ വരാൻ പോണ എനർജി 7 ഓഫ് കപ്സ്. ഏപ്രിൽ മാസത്തിൻ്റെ ചാലഞ്ച് നിങ്ങളുടെ 9 ഓഫ് സോഡ്സ്. നിങ്ങൾക്ക് അഡ്വൈസായിട്ട് മെസ്സേജ് വരുന്നത് പേജ് ഓഫ് കപ്സ്. നിങ്ങളുടെ സർപ്രൈസ് ഫാക്ടർ ആണ് 2 ഓഫ് പെൻറ്റക്കിൾസ്. ഔട്ട്കം നിങ്ങളുടെ ഈ കാർഡാണ്. അപ്പോൾ ക്യാൻസർ ഇവിടെ 4 സോഡ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. അപ്പോൾ 4 സോഡ്സ് ഒരു സെപ്പറേഷൻ്റെ എനർജി ആവാം ഒരു റിലേഷൻഷിപ്പിൽ. അതല്ല വെച്ചാൽ ഹീലിംഗ് എനർജി ആവാം. അപ്പോൾ ഹെൽത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കുറച്ച് സൂക്ഷിക്കേണ്ടി വരും. ഏപ്രിൽ മാസം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാൻ വഴിയുണ്ട്. അതല്ല വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഇതൊരു മെൻറ്റൽ സ്ട്രെസ് ഉണ്ടായതുകൊണ്ട് നിങ്ങൾ കുറച്ചൊരു ബ്രേക്ക് എടുക്കണു, ഒരു വെക്കേഷന് പോകണു. അപ്പോൾ അങ്ങനത്തെ എനർജിയും ആവാം. ഇത് എന്തോ ഒരു ഹീലിംഗ് എനർജിയാണ് ഞാൻ കാണുന്നത് 4 ഓഫ് സോഡ്സ്. അപ്പോൾ എന്താണ് ഈ 4 ഓഫ് സോഡ്സ്? ഇവിടെ പേജ് ഓഫ് സോഡ്സ് ഉണ്ട്, മൂന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഈ മാസം. ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചായിരിക്കാം, നിങ്ങളുടെ പാർട്ട്ണറുടെ കുറിച്ചായിരിക്കാം, ഒരു ജോബിനെ പറ്റിയായിരിക്കാം. പക്ഷേ ഇതെന്താ ഇൻഫർമേഷൻ വെച്ചാൽ ഇത് കുറച്ചൊരു ഡിസ്റ്റർബിങ് ഇൻഫർമേഷനാണ്. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി മൂൺ നിങ്ങളുടെ സൈനാണ് ക്യാൻസർ എനർജി. പക്ഷേ മൂൺ ഇമോഷൻസിൻ്റെ എനർജിയാണ്, ഇല്യൂഷൻസിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല ഈ മാസം, കുറേ എങ്സൈറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, ഡിപ്രഷൻ അങ്ങനത്തെ എനർജി ഉണ്ട് വെച്ചാൽ, അങ്ങനത്തെ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് വെച്ചാൽ അത് ഈ മാസം ചിലപ്പോൾ കുറച്ച് കൂടാൻ വഴിയുണ്ട്, ആ സിംറ്റംസ് കൂടാൻ വഴിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കേണ്ട ആവശ്യം വരും. മേ ബി നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ കുറേ ജോലി ചെയ്ത് ഓവർ വർക്ക് ചെയ്ത് പഠിപ്പ് ആ കാര്യത്തിലൊക്കെ കുറേ സ്ട്രെസ് ഉണ്ടായതുകൊണ്ട് നിങ്ങൾ ഒരു ബ്രേക്ക് എടുക്കണു, അതുമാവാം.
ഇത് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് വെച്ചാൽ എന്തോ ഒരു കാര്യം പുറത്തു വരേണ്ട ഒരു ഇൻഫർമേഷൻ. മേ ബി ഇത് വേറെ പേഴ്സൺ പറയണ ന്യൂസ് ആയിരിക്കാം, അതല്ല വെച്ചാൽ നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ എന്തോ കാര്യം പുറത്തു വരണു. അതിൻ്റെ കാരണം ഈ റിലേഷൻഷിപ്പിൽ ഒരു സെപ്പറേഷൻ, അതല്ല വെച്ചാൽ ഒരു ബ്രേക്ക് മാതിരി ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ ലവേഴ്സാണ്. ഇത് ജെമിനൈ എനർജിയാണ്. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ്റെ എനർജിയാണ്. പക്ഷേ ലവേഴ്സ് ഒരു ചോയ്സിൻ്റെ എനർജിയും കൂടിയാണ്. നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിൽ എസ്പെഷ്യലി ഒരു ചോയ്സ് ഉണ്ട്. ഇപ്പോൾ ഇത് രണ്ടാൾക്കാരുടെ ഇടയ്ക്ക് ചോയ്സ് ആയിരിക്കാം. അതല്ല വെച്ചാൽ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണോ, അതല്ല വെച്ചാൽ വാക്ക് അവേ ചെയ്യണോ, അതാണ് ഇവിടെ ചോയ്സ് ഉള്ളത്. ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറുടെ ഇടയ്ക്ക്. നിങ്ങൾക്ക് ഈ പേഴ്സണെ കുറേ ഇഷ്ടമാണ്, ഇവിടെ സോൾമേറ്റ് കണക്ഷനാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഈ റിലേഷൻഷിപ്പിൽ എന്തോ ഇഷ്യൂസ് ഉണ്ടായ കാരണം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വാക്ക് അവേ ചെയ്യാൻ തീരുമാനിക്കണം. അതല്ല വെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഹാപ്പി അല്ല. ആൻഡ് ഇവിടെ ഒരു ഡിവോഴ്സിൻ്റെ എനർജി കാണാണ്ട്. അപ്പോൾ നിങ്ങൾ ഡിവോഴ്സ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. അതല്ല വെച്ചാൽ ഈ പേഴ്സൻ്റെ കൂടെ എന്തോ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഹാപ്പി അല്ല ഈ റിലേഷൻഷിപ്പിൽ. കറണ്ട് എനർജിയിൽ 8 ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ 8 ഓഫ് സോഡ്സ് നിങ്ങൾ ഒരു കുറേ സ്റ്റാഗ്നൻ്റ് ആയി ഫീൽ ചെയ്യണം. നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഇത് ഞാൻ പറഞ്ഞ മാതിരി ഒരു ഡിവോഴ്സ് എടുക്കണോ, ഈ റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യണോ, അങ്ങനെയൊക്കെ മനസ്സിൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങളുടെ. ആൻഡ് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ ഒരു സ്റ്റാഗ്നൻ്റ് ആയി ഫീൽ ചെയ്യണു. നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാനും പറ്റുന്നില്ല, ഈ റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യാനും പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു സ്ഥിതിയാണ്. അപ്പോൾ എന്താണ് ഇവിടെ ഈ 8 ഓഫ് സോഡ്സ്, കിങ് ഓഫ് പെൻറ്റിക്കിൾസ്. ഇവിടെ ഒരു ടോറസ് എനർജി ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു റിലേഷൻഷിപ്പാണ് ഞാൻ കാണുന്നത്. കുറേ ഹാപ്പി റിലേഷൻഷിപ്പ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ എന്തോ പ്രശ്നം കാരണം ഇവിടെ കുറേ ഒരു സ്റ്റാഗ്നൻ്റ് എനർജി ഉണ്ട്. ഈ പേഴ്സൺ ഒരു വർക്കഹോളിക്കും ആവാം, അതുകൊണ്ടും നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു ഫ്യൂച്ചർ കാണുന്നുണ്ടാവില്ല. എന്നുവെച്ചാൽ അവരുടെ ജോലി അല്ലാണ്ട് ഒന്നും നിങ്ങളുടെ ലൈഫിൽ റിലേഷൻഷിപ്പിൽ ഒരു പ്രോഗ്രസ് ഇല്ല. അപ്പോൾ അതിൻ്റെ കാരണം കൂടിയും ആവാം നിങ്ങൾ ഇത്രയും ഒരു അൺഹാപ്പി ആയിട്ട് കാണുന്നത്. അതല്ല വെച്ചാൽ ഈ പേഴ്സണായിരിക്കും ജോലി ചെയ്ത് സമ്പാദിക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പൈസ ഇല്ല, ഫിനാൻഷ്യലി നിങ്ങൾ അത്ര ഇൻഡിപെൻഡൻ്റ് അല്ല. അതുകൊണ്ടും ആയിരിക്കാം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ വിടാൻ ഇത്ര ആലോചിക്കണം. എന്നുവെച്ചാൽ നിങ്ങൾക്ക് പിന്നെ വേറെ വഴിയില്ല പൈസയുടെ കാര്യത്തിൽ. ഓക്കെ, അപ്പോൾ അതും ഒരു കാരണമാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യണത്. പക്ഷെ അതുകൊണ്ട് ഇവിടെ കുറേ ഒരു സ്റ്റാഗ്നേഷൻ വന്നിരിക്കണു. അപ്പോൾ ഫ്യൂച്ചറിൽ 7 ഓഫ് കപ്സ് ആണ്. ഫ്യൂച്ചറിൽ നിങ്ങളുടെ ഓപ്ഷൻസ് ഒക്കെ എന്താണെന്ന് ഫൈനലി നിങ്ങൾ അതിനെ നോക്കാൻ തുടങ്ങിയിരിക്കണു. പക്ഷേ ഇതിൽ കുറേ കൺഫ്യൂഷൻ ഉണ്ട്, നിങ്ങൾക്ക് അറിയില്ല എന്താ വേണ്ടതെന്ന്. ഞാൻ പറഞ്ഞ മാതിരി ഒരു കൺഫ്യൂസ്ഡ് എനർജിയാണ് ഈ മാസം. ഇവിടെ 3 ഉണ്ടായതുകൊണ്ട്. അപ്പോൾ ഈ 7 ഓഫ് കപ്സ് എന്താണ്? 8 ഓഫ് പെൻറ്റിക്കിൾസ്, വീൽ ഓഫ് ഫോർച്യൂൺ. അപ്പോൾ ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ഒരു ചേഞ്ചിൻ്റെ എനർജിയാണ്, ഒരു പുതിയ ഒരു ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്, ഒരു ഗുഡ് ന്യൂസിൻ്റെ എനർജിയും കൂടിയാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ ഇവിടെ യൂണിവേഴ്സ് പറയണത് നിങ്ങൾക്ക് ജോലിയുടെ കാര്യത്തിൽ പേടിയാണ് വെച്ചാൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പേഴ്സണെ വിട്ടു പോകാൻ പറ്റാത്ത കാരണം ജോലിയാണ് വെച്ചാൽ പറഞ്ഞാൽ നിങ്ങൾക്ക് സമ്പാദിക്കാൻ പൈസ ഇല്ല, ജോലിയില്ല, അങ്ങനത്തെ പ്രശ്നമാണ് വെച്ചാൽ അത് മാറാൻ പോകണ്ട, അത് തീരാൻ പോകണ്ട. എന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ടാവും ജോലിയുടെ കേസിൽ. പക്ഷേ അതല്ലാണ്ട് നിങ്ങളുടെ നല്ലൊരു സമയം വരാൻ പോകുന്നുണ്ട് ഫ്യൂച്ചറിൽ, കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ജോലിയുടെ കാര്യത്തിൽ മാത്രമല്ല, ലവിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലും നിങ്ങൾക്ക് വേറെ ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു പോസിറ്റീവ് ന്യൂസാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്, ഒരു മാറ്റം വരാൻ പോകുന്നുണ്ട്, നല്ല രീതിയിൽ മാറ്റം വരാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം 9 ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ ഈ മാസം ഏറ്റവും വലിയ ചാലഞ്ച് നിങ്ങളുടെ മെൻറ്റൽ സ്ട്രെസ്സാണ്. കുറേ ആങ്സൈറ്റി ഉണ്ട്, ഓവർ തിങ്കിങ് ഉണ്ട്, കുറേ സ്ട്രെസ് ഉണ്ട്, രാത്രി ഉറക്കമില്ല, അങ്ങനത്തെ എനർജിയിലാണ് നിങ്ങൾ ഈ മാസം.
ഇത് ചില സിറ്റുവേഷൻസിൽ ഇതൊരു കുറേ ഓവർ തിങ്കിങ്ങിൻ്റെ കാരണമായിരിക്കാം. വെറുതെ ആലോചിച്ച് മനസ്സിൽ വിഷമം വരികയാണ് നിങ്ങളുടെ. കിങ് ഓഫ് വോൺസ് നിങ്ങൾ ഡീൽ ചെയ്യണത് ഒരു ഫയർ സൈനിൻ്റെ കൂടെ ആയിരിക്കാം. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഈ പേഴ്സൺ നിങ്ങൾക്ക് ടെൻഷൻ എന്താ വെച്ചാൽ ഈ പേഴ്സൻ്റെ വേറെ അഫെയർ ഉണ്ട്, വേറെ ഇഷ്യൂസ് ഉണ്ട്, ഈ പേഴ്സൺ സ്റ്റേബിൾ അല്ല, നിങ്ങളുടെ കൂടെ അത്ര സമയം സ്പെൻഡ് ചെയ്യില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ ഡൗട്ട്സ് ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ. ഓക്കെ, അതാണ് കുറേ സ്ട്രെസ്സ് ക്രിയേറ്റ് ചെയ്യണത്. നിങ്ങളുടെ അഡ്വൈസ് പേജ് ഓഫ് കപ്സ്. അപ്പോൾ പേജ് ഓഫ് കപ്സ് എന്താണ് ഇവിടെ അഡ്വൈസ്? അപ്പോൾ നിങ്ങളുടെ അഡ്വൈസ് ഇവിടെ ആക്ച്വലി ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകാനാണ്. പക്ഷേ ഈ പുതിയ ബിഗിനിങ് എന്ന് വെച്ചാൽ ഒരു പുതിയ റിലേഷൻഷിപ്പ് തന്നെ ആവണം എന്നില്ല, ഒരു പുതിയ ഹോബി ആയിരിക്കാം. ഇവിടെ ഏസ് ഓഫ് വോൺസ് ഒരു ക്രിയേറ്റീവ് എനർജിയാണ്. നിങ്ങൾ ഒരു ക്രിയേറ്റീവ് പേഴ്സൺ ആണ് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ക്രിയേറ്റീവ് കാര്യങ്ങൾ ഇഷ്ടമാണ് വെച്ചാൽ അതിലെന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ നോക്കാം, അതിലെന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കാം. എന്ന് വെച്ചാൽ പേജ് ഓഫ് കപ്സും ഒരു ക്രിയേറ്റീവ് എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ട് ഇല്ല വെച്ചാൽ നിങ്ങൾക്ക് എന്തോ അങ്ങനെ ഒരു ഹോബി ഉണ്ട് വെച്ചാൽ അത് പെർസ്യൂ ചെയ്യാൻ നോക്കുക. എന്ന് വെച്ചാൽ അതിൽ കുറേ സക്സസ് ഉണ്ടാവാൻ വഴിയുണ്ട്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഓൾറെഡി റിലേഷൻഷിപ്പിനെ വിടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് വെച്ചാൽ ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഉണ്ട് ലവിൽ. ഓക്കെ, ഒരു പുതിയ റിലേഷൻഷിപ്പ് വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ആൻഡ് അതുകൊണ്ട് ഇവിടെ അഡ്വൈസ് യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ പുതിയ ഡയറക്ഷനിലേക്ക് പോകാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ അവിടെ ഒരു കുറച്ചുകൂടിയും സക്സസ് ഉണ്ട്. ഇവിടെ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കാനാണ് പറയണത് യൂണിവേഴ്സ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ 2 ഓഫ് പെൻറ്റക്കിൾസ്. ഇതൊരു അൺസ്റ്റേബിൾ എനർജിയാണ്. നിങ്ങളുടെ എനർജി ഈ മാസം കുറേ അൺസ്റ്റേബിളാണ്. ചില സമയത്ത് നിങ്ങൾ കുറേ ഹാപ്പി ആയിരിക്കും, പക്ഷെ ചില സമയത്ത് കുറേ ആങ്സൈറ്റി ഉണ്ട്, ഞാൻ പറഞ്ഞ മാതിരി സ്ട്രെസ് ഉണ്ട്. അപ്പോൾ 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ് യൂണിവേഴ്സ് പറയണത്. 3 ഓഫ് പെൻറ്റക്കിൾസ് വേറെ ആൾക്കാരുടെ ഹെൽപ്പ് എടുക്കുക ഇവിടെ. എന്നുവെച്ചാൽ എന്തോ നിങ്ങളുടെ ലൈഫിലൊരു വലിയ ചേഞ്ച് ഉണ്ടാവാൻ പോകുന്നുണ്ട്, ഒരു വലിയ മാറ്റം വരാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയണത്. ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. ജഡ്ജ്മെൻറ്റ് ഒരു പാസ്റ്റ് കാര്യം എൻഡ് ചെയ്തിട്ടൊരു പുതിയ ബിഗിനിങ് ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ചില കാര്യത്തിൽ നമ്മൾക്ക് ഒരു കൺട്രോളൊന്നുമില്ല. ഓക്കെ, ചില നമ്മളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോണ സിറ്റുവേഷൻസിൽ നമ്മൾക്ക് കൂടുതൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനെ നമ്മൾ ഫ്ലോയിൽ പോവുക. എന്ന് വെച്ചാൽ അത് അല്ലാണ്ട് നമ്മൾക്ക് വേറൊരു ചോയ്സ് ഇല്ല. അതാണ് ഇവിടെ യൂണിവേഴ്സ് പറയണത്. ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഡെസ്റ്റിൻഡ് ആണ്. ആൻഡ് ഈ ഡെസ്റ്റിനി പറയണ കാര്യം നമ്മൾക്ക് അത്രയേ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ എത്രയും അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കണോ അത്രയും ബ്ലോക്കാവും നമ്മളുടെ ലൈഫിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഔട്ട്കം നിങ്ങളുടെ 6 ഓഫ് വോൺസ് ആണ്. ഇത് നല്ലൊരു എനർജി ഔട്ട്കം ആണ്. 6 ഓഫ് വോൺസ് സക്സസിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ എന്താ ഡിസൈഡ് ചെയ്യണമെന്ന് വെച്ചാലും നിങ്ങളുടെ ലൈഫിൽ കുറേ സക്സസ് ഉണ്ടാവാൻ പോകുന്നുണ്ട്. കുറേ ഒരു അറ്റൻഷൻ നിങ്ങളുടെ മുകളിലാണ്. അപ്പോൾ ഫെയിം, പോപ്പുലാരിറ്റി, കുറേ ആൾക്കാർ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. വലിയ മാറ്റം വരാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ജോലിയുടെ കാര്യത്തിൽ എസ്പെഷ്യലി നിങ്ങൾക്ക് കുറേ റെക്കഗ്നിഷൻ കിട്ടും, സക്സസ് ഉണ്ടാവും. കിങ് ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. ലവ്യുടെ കാര്യത്തിലും നിങ്ങൾക്ക് ഒരു പേഴ്സൺ, നിങ്ങൾ ഒരു പുതിയ പേഴ്സണെ മീറ്റ് ചെയ്യാൻ വഴിയുണ്ട്. ഈ പേഴ്സൺ ഒരു കുറേ ട്രാവൽ ചെയ്ത പേഴ്സണാണ്, അതല്ല വെച്ചാൽ പുറമേ താമസിക്കുന്ന പേഴ്സണാണ്. അപ്പോൾ ആ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതും ഒരു എനർജി ഞാൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് ക്യാൻസർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒറക്കിൾ മെസ്സേജ്? അപ്പോൾ ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് ക്യാൻസർ, പൈസീസ് ഉണ്ട്, കുറേ ഫയർ സൈൻസ് ഉണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ട്രസ്റ്റ്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് ട്രസ്റ്റ് ചെയ്യാനാണ് പറയണത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താ നിങ്ങളോട് പറയണത് അതിനെ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്യൂച്ചർ എന്താ ഉണ്ടാവാൻ പോണേന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ എടുത്തിട്ട് കാര്യമില്ല. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ എന്താ ഡിസൈഡ് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ കുറേയൊക്കെ അത് ഡെസ്റ്റിനിയാണ്. അപ്പോൾ നിങ്ങൾ ശരിയായി ഡിറക്ഷനിലേക്ക് തന്നെയാണ് പോണത്. പക്ഷേ ആ ട്രസ്റ്റ് ഉണ്ടാവണം, നിങ്ങളുടെ മനസ്സിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം, ട്രസ്റ്റ് ഉണ്ടാവണം. അത് ഞാൻ
എടുക്കുന്ന ഡിസിഷൻ ശരിയാണെന്ന്. ആ ട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കണേ. എനിക്ക് എന്താ വേണ്ടത്, എന്താ ചെയ്യേണ്ടത്, ഇതിങ്ങനെ ചെയ്താൽ അങ്ങനെ ആവുമോ, അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ അതൊരു ലാക്ക് ഓഫ് ട്രസ്റ്റിൻ്റെ കാരണമാണ്. അപ്പോൾ കുറച്ചൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവുക, നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണ എല്ലാം ശരിയാവും എന്ന് ബിലീവ് ചെയ്യുക. ഓക്കെ, ആ ട്രസ്റ്റ് വയ്ക്കുക. യൂണിവേഴ്സ് നിങ്ങളെ എപ്പോഴും ശരിയായി ഒരു ഡിറക്ഷനിലേക്ക് കൊണ്ടുപോകുള്ളൂ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് ക്യാൻസർ. ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അതല്ലാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ആൻഡ് കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോയിൽ. ഞാൻ പിന്നെ തിരിച്ചു വരും ഒരു വേറെ റീഡിംഗ് കൊണ്ടുവന്ന്. ടേക്ക് കെയർ.